സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം ഇതുവരെ കണ്ട ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഗൂർ എന്ന വ്യക്തി എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കേ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ മറ്റൊരിടത്തും പരാമർശമില്ല. ഹിസ്കിയ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സദൃശ്യവാക്യങ്ങൾ ശേഖരിച്ചവർ ഇതുകൂടെ കണ്ടെത്തുകയായിരുന്നു. ശലോമോൻ്റെ മറ്റൊരു പേരായിരുന്നു ആഗൂർ എന്ന് വാദമുണ്ടെങ്കിലും അതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല. ഈ അധ്യായത്തിൻ്റെ ഘടനയും ഭാഷയും ശലോമോൻ്റേതാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പണ്ഡിതർ ഉറപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ലോഹങ്ങൾ ശുദ്ധി ചെയ്തെടുക്കുന്ന രീതിയോട് ഉപമിച്ച് സംസാരിക്കുകയാണെന്ന് ആദം ക്ലാർക്ക് വിശദീകരിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും പൂർണ്ണ വിശുദ്ധമത്രേ. അതിൽ തെറ്റിൻ്റെയോ മലിനതയുടെയോ ഒരു അംശം പോലും കണ്ടെത്താനാവുകയില്ല. ചാൾസ് ബ്രിഡ്ജസ് ഇതേക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ വിശുദ്ധി നാം ആ ദൈവിക വിശുദ്ധിയെ പ്രാപിക്കാനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു എന്നെഴുതുന്നു. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാകണമെന്നതാണ് അതിൻ്റെ ലക്ഷ്യം. വചനത്തിൽ കുറവുകളില്ലാത്തതിനാൽ നമ്മെ നിർമ്മലീകരിക്കാൻ അത് പരമയോഗ്യമാണ്. സാക്ഷാൽ വചനമായ ക്രിസ്തു നമ്മെ വിശുദ്ധരാക്കാൻ തൻ്റെ ജീവൻ തന്നെ നൽകിയതിനാൽ എല്ലാ അർത്ഥത്തിലും ദൈവവചനം നമ്മെ ഉലയിൽ സ്വർണമെന്ന പോലെ ഊതിക്കാച്ചി ശുദ്ധീകരിക്കാൻ തികച്ചും മതിയായത് തന്നെ. വാക്യത്തിൻ്റെ 2-ാം ഭാഗം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണമാണ് പറയുന്നത്. ദൈവവചനം പരിശുദ്ധമാകിയാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ വചനം നിമിത്തം ഒരു പരിച കൊണ്ടെന്ന പോലെ സംരക്ഷണം ലഭിക്കുന്നു. നമ്മുടെ ജീവിത ന്യൂനതകൾ പരിഹരിച്ച് പിശാചിന് അവകാശവാദം ഉയർത്താൻ കഴിയാതെ പൂർണ്ണ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ഈ തിരുവചനം നമ്മെ നിർത്തും. കേൾക്കുന്ന വായിക്കുന്ന വചനം ഹൃദയപൂർവ്വം സ്വീകരിച്ചാൽ നാം അതിനാൽ തന്നെ സംരക്ഷിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.